സാറേ, JD വാൻസ് പറയാണ്, ഞാൻ വേണമെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പദം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ ട്രംപിന് എന്തോ അടിയന്തരമായ പ്രശ്നമുണ്ട്, ഒരു രോഗമുണ്ട് എന്നുള്ള ഒരു സൂചന നൽകുന്ന പോലെയല്ലേ JD വാൻസിന്റെ പ്രസ്താവന? JD വാൻസ് പറഞ്ഞത് ഒരു ടെറിബിൾ ട്രാജഡി, ഒരു ഭീകര ദുരന്തം അമേരിക്കയ്ക്ക് ഉണ്ടായാൽ ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റാകാൻ തയ്യാറാണ്, ഞാൻ മറ്റേ കുപ്പായം തയ്ച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങേര് പ്രസിഡന്റ് ആകണമെന്നുണ്ടെങ്കിൽ ട്രംപിന് എന്തെങ്കിലും പറ്റിയാലേ പറ്റുള്ളൂ. 25 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ JD വാൻസ് പറയുന്നത്. ഇപ്പോഴല്ലേ ട്രംപ് വിചാരിച്ചാലല്ലേ പിൻഗാമിയാക്കാനും പറ്റുള്ളൂ. വാൻസിനെ കൊണ്ടുവന്ന് ട്രംപ്, വാൻസിന് സന്തോഷമായി. വാൻസ് യോഗ്യനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യക്കാരിയാണ് ഭാര്യ ഉഷ, ആന്ധ്രക്കാരി. അപ്പോൾ മാത്രമല്ല ഉഷയുടെ അച്ഛൻ, മുത്തച്ഛൻ ഇവരുമൊക്കെ RSS ഒക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്ന സ്വയം സേവകരും ഒക്കെ ആയിരുന്ന ആളുകളാണ്. കുഴപ്പമൊന്നുമില്ല. അതെങ്കിലും പറഞ്ഞു വേണമെങ്കിൽ ഈ തീരുവയൊക്കെ പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ട്രംപിന് മാരകമായ എന്തോ രോഗമാണ് എന്നുള്ള വലിയ അഭ്യൂഹം പടർന്നു. പിന്നെ ട്രംപിനെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാനില്ലായിരുന്നു പൊതുവെ. അപ്പോൾ ഈ അഭ്യൂഹങ്ങൾ കൂടി. അപ്പോൾ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് കഴിഞ്ഞ ആഴ്ച ട്രംപിൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കയ്യിൽ, മുമ്പും ഇത് കണ്ടിട്ടുണ്ട്, മുമ്പ് മാക്രോ ഫ്രഞ്ച് പ്രസിഡന്റ് സന്ദർശനം നടത്തുമ്പോഴും ഈ കയ്യിൽ ഇങ്ങനെ ഒരു കറുത്ത് തിണർത്ത് നിൽക്കുന്നതായിട്ട് പാടുകൾ കണ്ടപ്പോഴും ഇത് വേറെ എന്തോ ഉള്ളിലെ അസുഖത്തിൻ്റെ ബാഹ്യ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് ആളുകൾ കണ്ടു. അപ്പോൾ വലത്തെ കയ്യിൽ ആണിത് വന്നിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലും ഫെബ്രുവരിയിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ വന്നത്. അന്നും 79 വയസ്സായി. അസുഖമൊക്കെ വരാവുന്നതാണ്. കണങ്കാല് ചീർത്തിട്ടുണ്ട് ട്രംപിൻ്റെ. അത് നമ്മൾ കാണില്ലല്ലോ, കാരണം പാൻറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് കാണില്ല. അപ്പം കണങ്കാല് ചീർത്തിട്ടുണ്ട്. ജൂലൈയിൽ ഇങ്ങനെ അഭ്യൂഹമൊക്കെ പടർന്നപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്നൊരു കത്ത് പ്രസിദ്ധീകരിച്ചു. ഇത് അദ്ദേഹത്തിന് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി CVI ഉണ്ട് എന്ന്. പിന്നെ ഈ കയ്യിലെ പാടുകളൊക്കെ മറയ്ക്കാനായിട്ട് അത്യാവശ്യം മേക്കപ്പുകളുമൊക്കെ ട്രംപ് ചെയ്തു. കരോലിൻ ലേവിറ്റ് ഉണ്ടല്ലോ, പ്രസ് സെക്രട്ടറി, അവർ ആ സമയത്ത് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ട്രംപിൻ്റെ ചെക്കപ്പ് നടന്നു. ആംഗിൾസ്, അതായത് കണങ്കാലിൽ സ്വെല്ലിങ് ഉണ്ട്. പ്രസിഡന്റിൻ്റെ ഡോക്ടർ സീൻ ബാർബെല പറഞ്ഞു അത് ഈ എന്താ പറയുക, ഈ അഭ്യൂഹത്തിൻ്റെയൊക്കെ ശക്തി കുറയ്ക്കാനായിട്ട് ട്രംപിൻ്റെ പേഴ്സണൽ ഡോക്ടർ സീൻ ബാർബെല്ല പറഞ്ഞു, ഇടയ്ക്കിടെ ഇങ്ങനെ ഹസ്തദാനം നടത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് കയ്യിൽ പാടുവരുമോ അല്ലേ? നിസ്കരിക്കുമ്പോൾ ആളുകളുടെ നെറ്റിയിൽ പാടുവരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ ഹസ്തദാനം ചെയ്യുന്നുണ്ട്. ആസ്പിരിൻ ഇടയ്ക്കിടെ കഴിക്കുന്നുണ്ട്. ഹൃദ്രോഗ പ്രതിരോധത്തിന് വേണ്ടിയാണ് അത് കഴിക്കുന്നത്. അതുകൊണ്ട് സോഫ്റ്റ് ടിഷ്യൂ ഇറിറ്റേഷൻ വന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് കൈ കഴുകി ആ സമയത്ത്. അപ്പോൾ ഇത് CVI, ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് കരോലിൻ ലേവിറ്റ് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. CVI, ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി, അത് സിരകൾ കാലിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കാൻ പാടുപെടുന്നു. ഇതാണ് പ്രശ്നം. കാലിൽ നിന്ന് ഈ രക്തചംക്രമണം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, കാലിൽ നിന്ന് രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കാനായിട്ട് സിരകൾക്ക് കഴിയുന്നില്ല. അതാണ് പ്രശ്നം. വേണ്ടത്ര രക്തം അങ്ങനെ പമ്പ് ചെയ്ത് ഹൃദയത്തിലേക്ക് എത്താത്തത് കൊണ്ട് എന്തു വരും? ഇത് കാലിൽ തന്നെ, സിരകളിൽ തന്നെ കെട്ടിക്കിടക്കും. അങ്ങനെ രക്തം കട്ട പിടിക്കുന്നു, സിരകൾ കേടുവരുന്നു, രക്തചംക്രമണം ഇല്ല, കാലിന് താഴെ ഒരു ബ്ലഡ് പൂൾ ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ കട്ടിപിടിച്ചിട്ട് സിരകളിൽ വലിയ സമ്മർദ്ദവും ഉണ്ടാകുന്നു. ഇതിന് കാരണം ഡീപ്പ് വെയിൻ ത്രോംബോസിസ്
ആണ്. രക്തം കട്ടപിടിക്കൽ അതിനാണ്, അതിൻ്റെ മെഡിക്കൽ ടേമാണത്. പിന്നെ വേരിക്കോസ് വെയിൻസ് അതും കാരണമാണ്. ചികിത്സിച്ചില്ല എങ്കിൽ വേദന, ഈ തിണർത്ത് വരൽ, സ്വെല്ലിങ്, തൊലിയിൽ നിറം മാറ്റം, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൊലിയിൽ നിറം മാറുന്നു. അപ്പോൾ ഇതിൻ്റെ CVIയുടെ ലക്ഷണം കാലിലും കണങ്കാലിലും തിണർപ്പ്, പിന്നെ നിറം മാറ്റം, അൾസറും ഉണ്ടാകാം. കാലിൽ കണങ്കാലിൽ സന്ധിവേദന, ഇതൊക്കെ വരാം. 50 വയസ്സിന് മേലുള്ളവർക്ക് സാധാരണ ഇത് വരുന്നതാണ്. സിരകളുടെ ഭിത്തിയില്ലേ, വാൾസ്, അത് അതിന് തേയ്മാനം വരുന്നതാണ്. അപ്പോൾ തേയ്മാനം വരുമ്പോൾ ശരിയായ ദിശയിൽ സിരകളൊക്കെ ഭിത്തിയൊക്കെ കറക്റ്റായിരിക്കുമ്പോഴാണല്ലോ നേരെ പോവുക. ഭിത്തിയിൽ എന്തെങ്കിലുമൊക്കെ വിള്ളലോ കുഴപ്പമുണ്ടെങ്കിൽ രക്തം ഇങ്ങോട്ടും പോവുമല്ലോ. അപ്പോൾ ശരിയായ ദിശയിൽ രക്തം പോവില്ല ഈ ഭിത്തികൾക്ക് തേയ്മാനം വരുമ്പോൾ. അതാണ് നേരെ ആയ വഴിക്കല്ല കാലിൽ നിന്ന് രക്തം പോകുന്നത്, കാലിൽ തന്നെ കെട്ടുപിടി. ഇതിന് തടി, വല്ലാത്ത തടി, വെറുതെ ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുന്നത്, പണിയൊന്നുമില്ലാതെ. അപ്പോൾ ട്രംപിന് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ തീരുവ ചുമത്തി ഞാനാണ് മറ്റേ യുദ്ധം തീർത്തത്, എനിക്ക് സമാധാനത്തിനുള്ള ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണല്ലോ. തടി, പുകവലി, ഇതൊക്കെ കാരണമാവും. വെറുതെ ഇരിപ്പ്, ഇതൊക്കെ ഇതിൻ്റെ കാരണമാവും. പിന്നെ നേരത്തെ JD വാൻസ് ഞാൻ പ്രസിഡന്റ് ആകാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. അതല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ സ്ഥാപനങ്ങളിലൊക്കെ വൈറ്റ് ഹൗസ് ഉൾപ്പെടെ കൊടി പകുതി താഴ്ത്തി, ഹാഫ് മാസ്റ്റ്. അപ്പോൾ ആളുകൾ മുഴുവൻ ട്രംപ് ഈസ് ഡെഡ്, ട്രംപ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഇടാൻ തുടങ്ങി. ഹാഫ് മാസ്റ്റ് പൊതുരംഗത്ത് കാണുന്നുമില്ലായിരുന്നു അങ്ങേരെ. അപ്പോൾ ശരിക്കും തീർന്നു എന്ന് പറഞ്ഞിട്ട് വലിയ അഭ്യൂഹം വരുന്നു. ആളുകൾ പോസ്റ്റൊക്കെ ഇടാൻ തുടങ്ങി, ചില ആളുകൾ നല്ല കാര്യം എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ മിനിയാപോലിസ് സ്കൂളിൽ ഒരു വെടിവെപ്പ് നടന്നല്ലോ, ഒരു ട്രാൻസ്ജെൻഡർ. വെടിവെപ്പ് നടന്നപ്പോൾ അതിലെ ഇരകൾക്കായിട്ട് 2 കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നല്ലോ. ആ ഇരകൾക്ക് എന്താ പറയുക, അവരെ ഓർമ്മിച്ചു കൊണ്ടുള്ള പതാക താഴ്ത്തലായിരുന്നു അത്. ഓഗസ്റ്റ് 31 വരെ ഈ പതാക താഴ്ത്തി അമേരിക്കൻ സ്ഥാപനങ്ങളിൽ കാണും. അപ്പോൾ ഇതാണ് അങ്ങേരുടെ അറിഞ്ഞിടത്തോളം രോഗാവസ്ഥ. അപ്പോൾ ഹൃദയത്തിന് വേണമെങ്കിൽ ബാധിക്കാവുന്ന വിധത്തിലാണ് ഇപ്പോൾ രക്തചംക്രമണത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ JD വാൻസ് ഒരുപക്ഷെ സ്വപ്നം കാണുന്നുണ്ടോ, ഇനി ട്രംപിന് ശരിക്കും എന്തെങ്കിലും അസുഖമുണ്ടോ, ഞാൻ വേണമെങ്കിൽ ഇത് ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി അനാവശ്യമായിട്ടുള്ള ഒരു മെസ്സേജ് ഈ ലോകത്തിനും ഒപ്പം അമേരിക്കൻ ജനതയ്ക്കും നൽകിയതല്ലേ? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ആകാനായിട്ട് പല ആളുകൾക്ക് പലതരം വിശ്വാസമാണല്ലോ. പ്രാർത്ഥനകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ബലിക്കും എന്ന് കരുതുന്നുണ്ടാവും വാൻസേ. അപ്പോൾ അങ്ങേര് പ്രസിഡന്റ് ആകാൻ ആയിട്ട് കുറേ ആളുകൾ ലോകം മുഴുവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് അങ്ങേര് ധരിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ട്രംപിന് ഈ ഭ്രാന്ത് കൂടിയിട്ട്, കാരണം അദ്ദേഹത്തിൻ്റെ നടത്തത്തിൽ തന്നെ വലിയ കുഴപ്പങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ലോകമാകെ ഒരു പ്രാർത്ഥന ഉയരാൻ വേണ്ടി JD വാൻസ് ചെയ്തു എന്ന് വരാം. ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പല ആളുകളെയും ട്രംപ് എടുത്ത് മാറ്റുന്നുണ്ടല്ലോ, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഓന് ഉടനെ പ്രസിഡന്റ് ആകണമല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇനി അയാളെ ടാർഗറ്റ് ചെയ്തു എന്നും വരും. അപ്പോൾ വാൻസ് ചെയ്തത് അത്ര ബുദ്ധി ആണെന്ന് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല, വാൻസിന് സ്വയം പ്രസിഡന്റിന്റെ സ്ഥാനത്ത് കാണാനും തുടങ്ങിയിട്ടുണ്ടെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് വലിയ കഴിവുകളുണ്ടെന്നൊക്കെ അദ്ദേഹം ധരിക്കുന്നു. അപ്പോൾ പ്രസിഡന്റ് ആകാൻ ഞാൻ തയ്യാറാണ് എന്നൊരാൾ പറയേണ്ട കാര്യം എന്താ അല്ലേ? നാളെ AN ഷംസീർ ഞാൻ മുഖ്യമന്ത്രി ആകാൻ തയ്യാറാണ് എന്നിവിടെ പറയേണ്ട കാര്യമുണ്ടോ? പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ളത് ഷംസീറിനൊക്കെ അറിയാവുന്നതല്ലേ. എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയായിപ്പോയി JD വാൻസിൻ്റെത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.